ഹായ്, ഇന്ന് നമ്മോടൊപ്പമുള്ളത് റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത പ്രിയം എന്ന വീടിൻ്റെ പ്രൗഡ് ഓണേഴ്സായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാമചന്ദ്രൻ ആൻഡ് ഫാമിലിയാണ്. ഹായ് സർ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ പുതിയ വീടുമായിട്ട് ഫസ്റ്റ് തന്നെ മിങ്കിളിങ് ആയോ? ഇപ്പോൾ 2 മാസം ആയല്ലോ തുടങ്ങിയിട്ട്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. വീടിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ലേ? വളരെ വിശാലമായിട്ടുള്ള ഒരു വീടും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഒരു റിസോർട്ട് ലുക്ക് ഉണ്ടല്ലോ എന്ന് പറയണ്ടേ. അപ്പൊ അത് വളരെ മൊണായിനെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സാറിന്റെ മൈൻഡിൽ ഇതൊന്നും ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല. ഇതിന്റെ ഫൈനൽ ഔട്ട്കം എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒരു ചാൻസും ഇല്ല. അപ്പൊ സാറ് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? ആസ് എ കംപ്ലീഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആസ് എ ക്ലയന്റ്, ആസ് എ പേഴ്സൺ സാർ എന്താണ് ഇപ്പൊ സാർക്ക് ഫീൽ ഉള്ളത്? ആക്ച്വലി ഞാൻ നേരത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നടുമുറ്റൊക്കെ ആയിട്ടുള്ള ഒരു വീട് കാണുന്നത്. അതെ, അതായത് ഒരു തറവാട്. അതെ, അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോൾ അവർ ആദ്യം പിന്നെ ഈ നമ്മുടെ പ്ലോട്ടിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു നല്ലൊരു ഡിസൈൻ വേണമെങ്കിൽ അതിന് ഈ പ്ലോട്ടിന്റെ വീതി അപ്പോൾ പ്ലോട്ടിന്റെ പ്ലോട്ടിന്റെ ഈ ഫ്രണ്ട് വിഡ്ത്ത് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ശരി, ഓക്കെ, അങ്ങനെ, കാരണം നമുക്ക് 4 ചുറ്റും സ്പേസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, കൺവെൻഷണൽ ഒരു ബിൽഡിംഗ് എന്നുള്ള രീതിക്ക്. പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ ആ ഒരു പോയിന്റ് പുള്ളിയുടെ നിങ്ങളുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു തോന്നും. അത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു നടുമുറ്റം സ്റ്റൈലിലാണ് വീട്. ആക്ച്വലി നമ്മളിപ്പോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റൈലാണെന്നുള്ളത് സാർക്ക് അറിയാം. എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പേരറിയില്ല. അതിപ്പോ കണ്ടംപററി ആണോ മോഡേൺ ആണോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു മിക്സഡ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അതായത് എ ടൈപ്പ് റൂഫ് മിക്സഡ് സ്റ്റൈലിലാണ് നമ്മുടെ വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ട്രഡീഷണൽ ടച്ച് എ ടൈപ്പ് റൂഫിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ HPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ ടൈപ്പ് റൂഫിന്റെ കൂടെ തന്നെ ഒരു മിക്സഡ് സ്റ്റൈൽ ആയത് കാരണം കൊണ്ട് ഇന്റീരിയർ നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ക ട്രഡീഷണൽ. ഇന്റീരിയർ നമ്മള് പാനലിംഗും കേരള സ്റ്റൈൽ ഒരു ട്രഡീഷണൽ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാർ ഇപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരു വീടിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് സാറിന്റെ മൈൻഡില് ഈ അറ്റ്മോസ്ഫിയർ വരുമ്പോ എന്തായിരിക്കും ഫീൽ വരിക? ജസ്റ്റ് അതായത് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പുറത്ത് നമ്മള് ആക്ച്വലി ഇപ്പോ ഒരു കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് അവിടെയൊക്കെ എൻ്റെ പഴയ വീട് ഒരു ടിപ്പിക്കൽ ഒരു ലോവർ മിഡിൽ ക്ലാസിൻ്റെ ഒരു നോർമൽ ഒരു വീടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ടിപ്പിക്കൽ മലയാളം അല്ലെങ്കിൽ കേരള ഹൗസ് മോഡൽ എന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ ഈ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. കാരണം അങ്ങനെ കാര്യമായിട്ട് ആക്ച്വലായിട്ടുള്ള ഒരു വീടൊന്നും നമ്മളൊന്നും വിസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ പുറമേ ഉള്ളതെല്ലാം പല രാജ്യങ്ങളിലും പോകുന്നതാണല്ലോ. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ളതും പിന്നെ കേരള മോഡലും എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരള മോഡൽ എന്ന് പറയുമ്പോൾ കാണാനും നല്ല ഭംഗിയുള്ള നിങ്ങളെ ഡിസൈൻ അന്ന് കാണിച്ചു തന്നല്ലോ. നമ്മളിപ്പോൾ ബാക്കിൽ നിൽക്കുമ്പോഴാണോ ഒരിക്കൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട് ചെയ്തിട്ടുണ്ട്. അത് ഒരു അപ്പാർട്ട്മെന്റ് ആണോ? അപ്പാർട്ട്മെന്റ് ഇത് അതപ്പോ എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നിട്ടാണ് ഏകദേശം ഈ സ്റ്റൈലിൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ വീടിനെ പറ്റിയ ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതായത് നമ്മൾ ഡിസൈൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും അതും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അതിൽ പിന്നെ ഒരു 95% തന്നെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി അത്യാവശ്യമുള്ള ഈ മുറാൽസും അല്ലെങ്കിൽ അതൊക്കെ മെല്ലെ മെല്ലെ ചെയ്യാന്നുള്ള ഒരു അത് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അംഗങ്ങൾ ഈ രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി
ഇനി മാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്പേസ് വീട്ടില് ഏതാണ്? കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നമ്മൾ വർക്കിംഗ് മാമിന്റെ ആ ഒരു റിക്വയർമെന്റ് എല്ലാം കവർ ആയിട്ടുണ്ട്, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ എല്ലാം പറ്റുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ആക്സസറീസ് കൊടുക്കുന്നത് ഒരു ഡിസൈനർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാഡത്തിന്റെ ആ ഒരു റിക്വയർമെന്റ് ഇവിടെ വന്നിട്ടുണ്ടോ, അത് മാം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഹൈറ്റ് അതെല്ലാം കറക്റ്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വാർഡ്രോബ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സാറിന്റെയും മാമിന്റെയും റിക്വയർമെന്റ് 100% വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ആ രീതിക്ക്. ഞാൻ അതുകൊണ്ടാണ് പല ഡ്രോസും ടെലസ്കോപ്പിക് ഹിഞ്ചി വെച്ച് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം തന്നെ. കാരണം ഈസി ആയിട്ട് നമുക്ക് എല്ലാം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഫോർ എക്സാമ്പിൾ താഴത്തെയൊക്കെ ഡ്രോ വലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. മറ്റത് ഫ്രണ്ടിലൊരു ഡോർ മാത്രം വെക്കുകയാണെങ്കിൽ നമ്മൾ കൈയൊക്കെ ഇട്ട് അത് യൂസ് ചെയ്യില്ല. യൂട്ടിലൈസേഷൻ വീട്ടിലാണ് നമ്മൾ കൂടുതലായിട്ട് ഡ്രോവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഡ്രോവേഴ്സ് കൊടുത്തിട്ടാണ് കുറവായിരുന്നല്ലോ. പറ്റില്ല, എനിക്ക് വാൾഡ്രോപ്സ് എന്തായാലും വലുതായി വേണം പറഞ്ഞു അതിനനുസരിച്ച് ചെയ്യണം. അത് നല്ല ഭംഗി, അത് നന്നായിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. നമ്മള് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് എല്ലാം ഫിറ്റ്, COBs ആണ് എല്ലാം. ഞങ്ങളൊന്നും വരാതെ നിങ്ങൾ സെലക്ട് ചെയ്ത് നന്നായിട്ട്. അപ്പൊ മാമിന്റെയും സാറിന്റെയും മോൻ എന്ത് പറഞ്ഞു? മോനാണ് കാണാതെ, അവന് എല്ലാം ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ടുണ്ട്. പക്ഷെ അവൻ പോയിട്ട് ഇപ്പൊ 2 കൊല്ലത്തോളം ആയി. അപ്പൊ ഈ വീടിന്റെ ഫൈനൽ ഇതായിട്ട് അവൻ ഇപ്പൊ ഇല്ല. വീഡിയോ അയച്ച് കാണിച്ചു കൊടുത്തു, വീഡിയോ ലൈവായിട്ട് കാണിച്ചു.